ആ പുറത്ത് കിടക്കുന്ന സ്പീഡ് ബോട്ട് നിന്റെ ആണോ? അതൊന്നും എടുക്കേണ്ടി വരും. പ്രഭ, ഈ ഹിറ്റ്ലറിന്റെയും ആ മുസോളിനിയുടെയും ഓവർകോട്ടും തൊപ്പിയും രണ്ടും അങ്ങോട്ട് എടുത്തു. മൈഥിലി, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ക്ലീൻ ആയിരിക്കണം. നോട്ട് എ സ്പെക്ക് ഓഫ് ദിസ് മെഷ് ഷുഡ് റിമെയിൻ. പോറ്റി, നീ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം. ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്തേക്കും. ശരി, ഓക്കെ. രാമ, ഈ ഡാഗറും അവിടെ കാണുന്ന കരിങ്കൽ കട്ടയും അത് രണ്ടും എടുത്തു. എന്തിനാ? പറയുന്ന അങ്ങ് ചെയ്താൽ മതി. രാത്രിയാണെങ്കിലും ബീച്ചിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. സീം 100% സേഫ് അല്ല. ലൈറ്റ് ഹൗസിലെ ബീം അതൊരു ഇഷ്യൂ ഉണ്ട്. സ്റ്റോപ്പ്. എഴുന്നേറ്റോ. അപ്പിച്ചാതിരുന്നു ചാൻസ് രണ്ട്. ബോർഡ് ഞാൻ തൊടില്ല. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. കേട്ടല്ലോ? എന്താ? എനിക്ക് ചോര കണ്ട തലകറങ്ങും. ഐ വിൽ ഫെയിന്റ്. ഡെജാവു മൊമെന്റ്. നായരെ, മനസാക്ഷി ഇല്ലാത്തവർ മനസാക്ഷി ഉള്ളതുപോലെ അഭിനയിക്കാൻ നമ്മൾ. അത് അവർക്കും ബുദ്ധിമുട്ടാവും, അവരെ സഹായിക്കാൻ നിൽക്കുന്ന ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആദ്യം ഈ ആക്ടിങ് അത് നിർത്തും. ഇങ്ങോട്ട് വാ. വരാൻ ഇരിക്കുക. എന്തോ നോക്കി നിൽക്കുന്നു. കുത്തി അങ്ങോട്ട് കീറാൻ. അതിന്റെ സൈഡിൽ കൂടെ നന്നായിട്ട് സൈഡിൽ കൂടെ കട്ടി നേരെ അങ്ങോട്ട് തുറന്നു വയ്ക്കുക. തുറന്നു ആ കല്ലെടുത്ത് വയറിനകത്ത് വയ്ക്കുക. അകത്തോട്ട് വയ്ക്കുക. ഇനി തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ട്. അപ്പുറത്ത് ഇറക്കി വയ്ക്കുക. എഴുന്നേറ്റോ. ബോഡി എടുത്ത് വെള്ളത്തിലിടുക. ഇത് ഇനി ഹിറ്റ്ലറെ മുസോളിനിയൊക്കെ ഒരു കടലിൽ കളഞ്ഞു. ഒന്നും ബാക്കി വെക്കണം. എന്തിനാണ് അവൾ ഇങ്ങനെ മോങ്ങുന്നത്? യു ഹവ് ജോയിൻ ദ ക്ലബ് ഓഫ് സെലിബ്രേറ്റഡ് മർഡേഴ്സ്. ബി പ്രൗഡ്. അതേ ഉള്ളൂ ഇനിയൊരു ഓപ്ഷൻ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തിരിച്ചു വരുമോ? മൂന്നാം പക്കം നോക്കില്ലേ? ഒന്നുമില്ല. മരക്കാർ അറബിക്കടലിൽ സിംഹം എന്നാണല്ലോ വെപ്പ്. കടലിലെ സിംഹങ്ങളെ കടൽ തന്നെ എടുത്തോളൂ. നീ വാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളെപ്പോഴാണ് ഇറങ്ങുന്നത്? ഇപ്പൊ തന്നെ ഇറങ്ങും. രാമ, ഇങ്ങ് വാ. നീ എപ്പോഴാണ് പോകുന്നത്? ഡേ ആഫ്റ്റർ. അപ്പോഴാണ് ടിക്കറ്റ്. അത് മുടക്കണ്ട. എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫർ നടക്കണം. എൻ്റെ ഭാര്യയുടെ UAE-യിലുള്ള ഹിന്ദുജ അക്കൗണ്ടിലേക്ക് നിന്റെ സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നീ ഇടുന്ന പണം ഇവിടെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഏതോ ഒരു ബാങ്കിൽ എൻ്റെ ഭാര്യ തുടങ്ങിയ NRI അക്കൗണ്ട് വഴി ഞാനിങ്ങെടുക്കുന്നു. നീ പറഞ്ഞു തന്ന ട്രിക്കാ. പിന്നെ കൂടുതൽ വിളവൊന്നും എടുക്കണ്ട. UK-യിൽ നിന്ന് എക്സ്ട്രഡിഷൻ എന്നൊക്കെ പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും വന്നേ. നോ റിലാക്സ്. ഡോണ്ട് വറി. ഞാൻ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അറിയാലോ.
ഓട്ടാ. ജയറാം ജി की മുഖത്തിന്തു പട്ടി സാർ ഒന്നുമില്ല. സൂപ്പർ ഭാഷണായിരുന്നു മാഡം ജി ലക്ഷ്മൺ കൊഠാടിയ ജി का ഇത്ര നേരത്തെ എന്താ? ഉച്ചയ്ക്കല്ലേ വരും എന്ന് പറഞ്ഞേ? മാമയുടെ വീട്ടിൽ പോയില്ലേ? गया था मैडम जी दोस्तों अड़िचु पोड़िचु कल कोड़िचु बहुत मज़ा आया रात में एकदम ज़बरदस्त. कल रात यहाँ पार्टी चल रही थी ना साहब. ओके ओके, तू जाके गार्डन साफ कर. एक बात और मैडम जी, कल रात को जब मैं बीच पे सो रहा था ना तो मैंने देखा നമ്മുടെ ബോട്ടിൽ മൂല് അല്ല 2 പേരെ കടലിൽ പോകുന്നതേ കണ്ടു. ഞാൻ നല്ല ഫിറ്റ് ആയതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് പോയി ചെക്ക് ചെയ്യാമെന്ന്. फिर രാവിലെ ഞാൻ ബഹളം കേട്ട് നോക്കിയപ്പോൾ तो मैंने देखा ബീച്ചിൽ കുറെ ആൾക്കാരും പോലീസും. അടുത്ത് പോയി നോക്കിയപ്പോൾ ഒരാളുടെ കൈ കട്ടായി കിടക്കുന്നു. साहब एक आदमी आया है. कौन? साहब पूछता है. दोस्त बोलो, उसको मालूम. साहब आपका दोस्त बोलता है. आने दो आने दो. ठीक है जाओ. ഈ പച്ചക്കുത്തിയൊക്കെ ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ? और मैंने उनको कुछ नहीं बताया साहब. रात को अपना बोट ना उस साइड था और अभी जब सुबह देखा तो इस साइड था. बोटिंदे अगत कायरिन्यान नोकियप्पो तो साहब मुझे ये मिला. कुछ लिखा है इसमें मलयालम में. ये ഇന്നലെ രാത്രി ഒരാൾ കാണാൻ വന്നില്ല സാബ്. ആരാ അത്? मुझे सब मालूम है पर मैं किसी को नहीं बताऊंगा साहब. ठगी था ना साला पाकिस्तानी, मरना ही था उसको. पर मेरी एक छोटी सी रिक्वेस्ट है. इंडिया अम्मा के तीरे सुगम किडप्पिला 2 ವರ್ಷമായിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. उसके इलाज के लिए थोड़े से पैसे चाहिए. कोर्चे चिकित्साकाई എത്ര? 50,000 दे देंगे. हर महीने. ಎಲ್ಲ ಮಾಸೋ 50,000 ಕ್ಯಾಶ್ ಆಯ್ತು. When you kill the powerless, they win the war with their very own death. जयराम जी की. ഹലോ കണ്ടോൺമെന്റ്. ഹലോ, ഞാൻ മുമ്പ് വിളിച്ചിരുന്നു. എന്താ കാര്യം? ഒരു മാൻ മിസ്സിംഗ് കേസ് വടകരയിൽ. ഐ ഹവ് ഓൾറെഡി രജിസ്റ്റർഡ് എ കംപ്ലൈന്റ്. അതിനെപ്പറ്റി അറിയാനായിരുന്നു. മാഡം പേരെന്ന് പറഞ്ഞാട്ടെ. ഐ എം ഡോക്ടർ ശ്വേത. ഇതല്ലെന്ന് മിസ്സിംഗ് ആയ ആളുടെ പേര് പറയൂ. അബ്ദുള്ള മരിക്കാർ.